സദൃശ്യവാക്യങ്ങൾ 18:21. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. രണ്ട് വിപരീത പദങ്ങളാണ് മരണവും ജീവനും. ജീവന്റെ മേൽ അധികാരം ദൈവത്തിനാണെന്നും പിശാച് മരണാധികാരിയാണെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. കൊല്ലുക, മുടിക്കുക, മോഷ്ടിക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് ദുഷ്ടൻ വരുന്നത് എന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ ജീവൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഇടയനായ യേശുവിനെ സ്വീകരിച്ചാൽ അത് സമൃദ്ധിയായി ലഭിക്കും. ഈ വാക്യം മേൽപ്പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പ്രാഥമിക വായനയിൽ തോന്നാം. കാരണം നമ്മുടെ നാവിന് ആണ് മരണവും ജീവനും ഉള്ള അധികാരം എന്ന് അത് പറയുന്നല്ലോ. എന്നാൽ അടുത്ത വാചകം കൂടെ നോക്കുമ്പോൾ അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും എന്ന് കാണുന്നതിനാൽ ഇത് ഒരു തെരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കാം. നാവുകൊണ്ട് എന്താണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചാവും ജീവനും മരണവും സംഭവിക്കുക. ദിനം പ്രതി ജീവിതത്തിൽ നമുക്ക് ഇതിലേത് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾ, അതുപയോഗിക്കുന്ന സാഹചര്യം, ആരോടാണ് നാം അത് ഉപയോഗിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ജീവന് അല്ലെങ്കിൽ മരണത്തിന് കാരണമായേക്കാം. തങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തി മരണത്തിലേക്ക് നയിക്കുന്നവരുമുണ്ട്. എന്നാൽ മുറിവേറ്റ ഹൃദയങ്ങളെ സാന്ത്വനിപ്പിച്ചും പ്രചോദിപ്പിച്ചും ജീവനിലേക്ക് നയിക്കുന്നവരുമുണ്ട്. യേശുക്രിസ്തുവിനെ കർത്താവായി നാവുകൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നു. യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുമ്പോൾ മരണം തെരഞ്ഞെടുക്കുന്നു എന്ന് മറുവശം. നാം പ്രാപിക്കേണ്ട നിത്യജീവന്റെ തെരഞ്ഞെടുപ്പ് പോലും നാവിൻ്റെ അധികാരത്തിൽ എന്ന് വ്യക്തം. രക്ഷിക്കപ്പെട്ട നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവരെ ജീവനിലേക്ക് നയിക്കുന്ന സന്ദേശം ഉയരണം. മരണനിഴലിലിരിക്കുന്നവർക്ക് ജീവന്റെ പ്രകാശമായി വാക്കുകൾ മാറണം. ഓരോ ദിവസവും ജീവന്റെ വചനങ്ങൾ ഏറ്റുപറയുകയും ആത്മീയ ജീവനിൽ വളരുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. നാവിൽ ദൈവം നൽകിയിരിക്കുന്ന അധികാരം ജീവന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.